ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു വളരെ സ്വാദിഷ്ടമായ ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഏത് മീൻ വാങ്ങിയാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 6 ചെറിയുള്ളിയും ഒരു 7 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂണോളം ഞാൻ സാദാ മുളക് പൊടിയാണ് ചേർക്കണേ. നിങ്ങൾക്ക് കാശ്മീർ മുളക് പൊടി വേണമെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് സുറുക്ക ഒഴിച്ചാലും മതി. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പും കൂടി ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീനും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതൊരു 1/4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കണതാണ് കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഇനി നമ്മുടെ മീനൊക്കെ അതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കറിവേപ്പില ചേർക്കുമ്പോൾ ആ മീൻ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ ഒരു സൈഡൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലേ മീൻ പൊരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ പൊരിക്കാത്തവർ ഒന്ന് ഈ ഒരു മസാല ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീനൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.